ഇന്ന് ഈ ജൂലൈ 16 വൈകുന്നേരം മേഖലയിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ. പല വിമാനങ്ങളും വൈകുകയോ പല വിമാനങ്ങളും മാറ്റി ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലുമൊക്കെ എയർപോർട്ടുകളിലേക്ക് പോകുന്ന സാഹചര്യമോ പലതും ക്യാൻസലാവുകയോ ഷെഡ്യൂളുകൾ തന്നെ ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. അതാണ് സാഹചര്യങ്ങൾ. ഉദാഹരണത്തിന് ഇന്ന് വെളുപ്പിന് അബുദാബിയിൽ നിന്ന് എത്തിഹാദ് എയർവേസിൻ്റെ വിമാനം ബഹ്റിനിലേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. അല്പം കഴിഞ്ഞ് വിമാനത്താവളത്തിൽ തന്നെ സായദ് എയർപോർട്ടിൽ തന്നെ തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യിപ്പിക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ ഫ്ലൈറ്റ് ജിന്ന എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിൻ്റെ ഡൈവേർട്ട് ചെയ്തിട്ട് പോകേണ്ട ദിക്കിൽ നിന്നൊക്കെ മാറി ദമാമിലേക്ക് പോയി. എയർ ഇന്ത്യയുടെ കോഴിക്കോട് ഫ്ലൈറ്റ് തന്നെ വളരെയധികം ഡിലേ വന്നിട്ടാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളതായി മാറിയിരിക്കുന്ന ഒരു ഘട്ടം യാത്രയുടെ കാര്യത്തിലുണ്ട്. സിംഗപ്പൂർ എയർലൈൻസും ബ്രിട്ടീഷ് എയർവേസും പറയുന്നത് ഒക്ടോബർ വരെ ഈ മേഖലയിലേക്ക് പറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. നേരത്തെ ക്യാൻസലാക്കി വെച്ചിരുന്നതിൻ്റെ തീയതിയൊക്കെ കഴിയുമ്പോൾ ഇതാ എക്സ്റ്റൻഷൻ ആക്കിയിരിക്കുന്നു എന്നാണ്. സസ്പെൻഷൻ എക്സ്റ്റൻഷൻ ആക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ മാസവും അടുത്ത മാസവും സെപ്റ്റംബറിൽ പോലും വിമാനങ്ങൾ ഈ പറഞ്ഞ രണ്ട് കമ്പനികളും പറത്തുന്നില്ല എന്നാണ്. അങ്ങനെയുള്ളൊരു മേഖലാ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ യാത്രക്കാർ വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അതും തത്സമയം ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കണക്ക് കൂട്ടി ബുക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കണം. യുദ്ധത്തിൻ്റെ അതിതീവ്രമെന്ന് നമ്മൾ കരുതിയ സമയത്തൊന്നും സംഭവിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്നു. ഇറാഖിലെ ബസ്ര പോർട്ടിൽ അമേരിക്കൻ ബ്രാൻഡഡ് കാറുകൾ കയറ്റി വന്ന ഒരു ഷിപ്പിന് മേൽ അതിശക്തമായ ആക്രമണമുണ്ടായി. ബസ്ര പോർട്ടിൻ്റെ അടുത്ത് വെച്ചാണ് അങ്ങനെ ആക്രമണമുണ്ടായത്. അതേ തുടർന്ന് പോർട്ടിനടുത്തുള്ള ഡാന ഗ്യാസ് എന്ന പ്രശസ്തമായ ആ ഒരു ഡാന ഗ്യാസ് ബ്രാൻഡ്, അത് ഖോർമോർ ഗ്യാസ് ഫീൽഡിൻ്റെ അടുത്തുള്ളതാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റായി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പും ഇറാഖിൽ നിന്ന് വരികയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും ജോർദാനിലേക്കുമുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈലുകൾ ഇതൊക്കെ പായുന്നത് തുടരുകയാണ്. വിവിധ രാജ്യങ്ങൾ ശക്തമായി ഇറാൻ്റെ നടപടിയെ അപലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക മറുവശത്തു കൂടി തിരിച്ചടിക്കുന്ന പ്രക്രിയയും തുടരുകയാണ്. ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അമേരിക്ക തന്നെ പറയുന്നത് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ F-35A കാറ്റഗറിയിൽപ്പെടുന്ന ബോംബറുകളാണല്ലോ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെന്ന് പറയുന്നത്. അത് മിഡിൽ ഈസ്റ്റ് ആകാശത്തിന് മുകളിലൂടെ പറക്കുന്നു. താഴെ ഇറങ്ങാതെ പറക്കാൻ വേണ്ടി എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ പറന്നുകൊണ്ട് നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ വേണ്ടിയിട്ട് സ്ട്രാറ്റോ ടാങ്കർ കാറ്റഗറിയിൽപ്പെടുന്ന അമേരിക്കൻ വിമാനങ്ങൾ വന്നിട്ട് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമേരിക്ക സെൻട്രൽ കമാൻഡ് പുറത്തുവിടുകയാണ്. യുദ്ധം ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഏറ്റവും രൂക്ഷമായിരിക്കുന്നൊരു ആകാശ വൈമാനിക സാഹചര്യവും ഫ്ലൈറ്റ് റഡാറുകൾ വരുന്ന വ്യത്യാസവും ഈ ജൂലൈ 16-നും ബോധ്യമാവുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത് എന്നത് ഓർമ്മ വേണം. അമേരിക്ക ഇങ്ങനെ ആക്രമണം നടത്തിയാൽ ഇറാൻ ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നത് നിങ്ങൾ വിചാരിക്കാത്ത മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ്. എവിടെയൊക്കെ എന്തെങ്കിലും ആക്രമണം നടത്തുമോ ഡ്രോൺ കൊണ്ടടിക്കുമോ ഇതൊന്നും വ്യക്തമാക്കാതെ എവിടെയൊക്കെ ടാർഗറ്റുകളായി ഇറാന് തോന്നുന്നുവോ അവിടങ്ങളിലേക്കൊക്കെ ആക്രമണം വ്യാപിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് ചില സർപ്രൈസുകൾ നൽകാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് CNN ഇന്ന് നൽകുന്നത് ഈ സ്കൂളിൽ ആക്രമണം നടത്തിയല്ലോ ഫെബ്രുവരി 28-ന് ഒരുപാട് കുട്ടികൾ മരണമടഞ്ഞൊരു സംഭവം. അക്കാര്യത്തിൽ ഒരു ഇൻ്റലിജൻസ് വീഴ്ച, അതിനെ കൈകാര്യം ചെയ്ത രീതി, അതിന്മേൽ ഒരു വിശകലനം നടത്തിയ രീതി, ആ സംഭവത്തിന് ശേഷം അതിലിടപെട്ട രീതി, ഇതൊന്നും അമേരിക്ക വേണ്ടത്ര പഠനം നടത്താതെയാണ് ചെയ്തത് എന്ന ഒരു നിഗമന റിപ്പോർട്ട് CNN പുറത്തുവിടുകയാണ്. ഒപ്പം ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റിയൊരു കാര്യം, ഇറാൻ ആധുനിക യുദ്ധമുറകൾ പരീക്ഷിക്കുന്നതിന് പകരം വളരെ പരമ്പരാഗതമായ രൂപത്തിൽ ഇറാൻ്റെ തന്നെ സ്വന്തം യുദ്ധവിദ്യകളിലേക്ക് തിരികെ പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇറാൻ്റെ പരമ്പരാഗത യുദ്ധവിദ്യകൾ എന്നുള്ളത് ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഇന്ധനവില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിൻ്റെ അവശേഷിപ്പായിട്ട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം UAE ദർഹവുമായും ഡോളറുമായും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ മൂല്യവ്യത്യാസം വളരെ കാര്യമായിട്ട് വരുന്നു. ഒരു ദർഹത്തിന് ഇന്നിപ്പോൾ 26 രൂപ 15 പൈസ ഞങ്ങളിത് പറയുന്ന നേരത്ത് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭ്യമാണ്.
Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.